بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وعن ابن مسعود رضي الله عنه قال: لما كان يوم حنين آثر رسول الله صلى الله عليه وسلم ناسا في القسمة. عبد الله بن مسعود رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസ്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കണം, യുദ്ധാർജിത സ്വത്ത്. അത് ഓഹരി വെക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗണന നൽകി. فأعطى الأقرع بن حابس 100 من الإبل. أقرع بن حابس رضي الله عنه റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകത്തെ നൽകി. وأعطى عنينة بن حصن مثل ذلك. ഉനൈനത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനും അതേപോലെ 100 ഒട്ടകങ്ങൾ നൽകി. وأعطى ناسا من أشراف العرب وآثرهم يومئذ في القسمة. അതുപോലെ തന്നെ അറബികളിൽ പ്രധാനപ്പെട്ട ആൾക്കാർ, അവർക്കും റസൂൽ നൽകി, അവർക്ക് കുറച്ച് മുൻഗണന അന്ന് നൽകി ആ ഓഹരി വെക്കുന്നതിൽ. فقال رجل, ആ സമയത്ത് ഒരു വ്യക്തി പറഞ്ഞു: والله إن هذه قسمة ما عدل فيها. അള്ളാഹുവാണ് സത്യം, ഈ ഓഹരി വെക്കുന്നതിൽ നീതി നടപ്പാക്കപ്പെട്ടിട്ടില്ല. വമാ ഉരീദ ഫീഹ വജ്ഹുല്ലാഹ്. ഈ ഓഹരി വെക്കുന്നതിൽ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചിട്ടില്ല. റസൂല് ഓരോരുത്തർക്ക് വ്യത്യസ്തമായ രീതിയിലാണ് നൽകിയത്. ചില ആൾക്കാർക്ക് മുൻഗണന നൽകി, ചില ആൾക്കാർക്ക് വളരെ കുറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, വല്ലാഹി ല ഉഖ്ബിറന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തായാലും ഈ കാര്യം റസൂലിനോട് പറയും. നിങ്ങൾ ഇങ്ങനെ റസൂലിനെ ആക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ പറയും. അങ്ങനെ ഫഅതൈതുഹു ഫഅഖ്ബർതുഹു ബിമാ ഖാല. ആ വ്യക്തി പറഞ്ഞ കാര്യം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. ഫതഗയ്യറ വജ്ഹുഹു ഹത്താ കാന കസ്സിർഫ്. ഇത് കേട്ടപ്പോൾ റസൂലിന്റെ മുഖം മാറി, മുഖത്തിന്റെ ആ ഭാവവ്യത്യാസം മാറി. ഹത്താ കാന കസ്സിർഫി. അപ്പൊ റസൂലിന്റെ മുഖം കാണുമ്പോ ഒരു ചുവന്ന വട്ടം പോലെ ഉണ്ടായിരുന്നു. ചുവന്ന് തുടുത്തു, ദേഷ്യം പിടിച്ചിട്ട്. സുമ്മ ഖാൽ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഫമൻ യഅദിലു ഇദാ ലം യഅദിലില്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? റസൂൽ അങ്ങനെ ചോദിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു: യർഹമുല്ലാഹു മൂസ. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ. ഇതിനേക്കാൾ കഠിനമായ രീതിയിൽ മൂസാ നബി അലൈഹിസ്സലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബനൂ ഇസ്രായേലിൽ നിന്ന്, സ്വന്തം അനുയായികളിൽ നിന്നാണ് മൂസാ നബി അലൈഹിസ്സലാം പല രീതിയിലും പ്രയാസങ്ങൾ അനുഭവിച്ചത്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സ്വന്തം ഖൗമിൽ നിന്ന്, സ്വന്തം ജനതയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഇതിനേക്കാൾ അധികം പ്രയാസപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഫസബറ. മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിച്ചു. ഇതൊക്കെ ക്ഷമിച്ചില്ലേ? ഇത്രയും വർഷം അവരുടെ കൂടെ നിന്നു, എല്ലാ പ്രയാസങ്ങളും അവരുടെ ഓരോ കുരുത്തക്കേടുകളും കാട്ടിക്കൂട്ടലുകളും എല്ലാം ക്ഷമിച്ചു. അതാണ് ഈ ഹദീസും ബാബും തമ്മിലുള്ള ബന്ധം. മൂസാ നബി അലൈഹിസ്സലാമിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ ആ സന്ദർഭത്തിൽ സ്വന്തം അനുയായികളിൽ നിന്നും ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളും സ്വഭാവവും കണ്ടപ്പോ റസൂൽ വേദനിച്ചു. റസൂലിന് ഓർമ്മ വന്നത് മൂസാ നബി അലൈഹിസ്സലാമിനെ. ഇതിനേക്കാൾ കടുപ്പപ്പെട്ട രീതിയിലാണ് ബനൂ ഇസ്രായേൽ മൂസാ നബി അലൈഹിസ്സലാമിനെ വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം ഫസബറ, എല്ലാം ക്ഷമിച്ചു. ഫഖുൽതു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാൻ, ലാ ജറം ലാ അർഫഅ ഇലൈഹി ബഅദഹ ഹദീഥ മുത്തഫഖുൻ അലൈഹി. അതിനുശേഷം ആ രീതിയിലുള്ള പരാതികളൊന്നും ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞിട്ടില്ല. കാരണം റസൂലിന് ആ രീതിയിൽ പ്രതികരിക്കും, റസൂലിനെ വേദനിപ്പിക്കലാകും. ഈ ഹദീസും ബാബും തമ്മിലുള്ള ബന്ധം മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിച്ചു എന്ന വാക്കാണ്. സ്വന്തം ജനതയിൽ നിന്ന് പ്രയാസം അനുഭവിച്ചപ്പോ അതൊക്കെ ക്ഷമിച്ചു. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ എത്ര പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും ജനങ്ങളിൽ നിന്നും കേൾക്കേണ്ടി വരിക കുത്തുവാക്കുകളും പരിഹാസങ്ങളും പ്രയാസങ്ങളും കുറവുകളും മാത്രമായിരിക്കും. അതൊക്കെ ക്ഷമിക്കുക, അതിനൊരു ബലം നൽകുന്ന ഒരു ഹദീസും കൂടിയാണ് ഇത്. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.